സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, ലീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. വെൽക്കം ടു എൻട്രി എലവേറ്റ് ACCS ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ക്ലാസ്സസ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് IFRS 16 ലീസസ്. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഈ ലീസസ്? ഇൻ സിമ്പിൾ ടേംസ് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് ഉണ്ടാവും. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടി, ഇത് സെക്കൻഡ് പാർട്ടി. നമുക്ക് വേണമെങ്കിൽ ഒരു A B എന്ന് പറഞ്ഞിട്ട് നെയിം ചെയ്യാം. സോ ഈ ലീസസ് ബേസിക്കലി പറയുന്നത് ഒരു റെന്റൽ എഗ്രിമെന്റ് പോലെയാണ്, ബട്ട് ഇത് റെന്റ് അല്ല, ഇത് ലീസാണ്. സോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്താണ്, ഡിഫറെൻ്റ് ആണ്. സോ ഈ A പാർട്ടി എന്ത് ചെയ്യാണ്, അവരുടെ ബിൽഡിംഗ് Bക്ക് ലീസിന് കൊടുക്കുകയാണ്. ലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് പാർട്ടി തമ്മിലുള്ളൊരു അഗ്രിമെന്റ് ആണ്. ആൻഡ് ഈ പാർട്ടി എന്ത് ചെയ്യുന്നു, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ കേസിൽ A പാർട്ടി B പാർട്ടി ഒരു ബിൽഡിംഗ്, എയുടെ ഒരു ബിൽഡിംഗ് ലീസിന് കൊടുക്കുകയാണ്. ഇൻ എക്സ്ചേഞ്ച് ഫോർ വാട്ട്? ചുമ്മാ കൊടുക്കോ? ഇല്ല. ഇതിന് പകരം എന്ത് കൊടുക്കണം? B Aക്ക് കൊടുക്കണം, ഒരു കൺസിഡറേഷൻ കൊടുക്കണം. ഈ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റെന്റിന്റെ കേസിൽ നമ്മൾ റെന്റ് പേയ്മെന്റ് കൊടുക്കുന്നില്ലേ, അതേപോലെ തന്നെ ലീസിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഒരു ലീസ് പേയ്മെന്റ് ഇൻ എക്സ്ചേഞ്ച് ആയിട്ട് കൊടുക്കും. സോ ബേസിക്കലി രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, ഈ പാർട്ടി എന്ത് ചെയ്യും, അവരുടെ പ്രോപ്പർട്ടി, സോ അല്ലെങ്കിൽ അവരുടെ ഒരു അസറ്റ് എന്ത് ചെയ്യും, B പാർട്ടിക്ക് എന്താണ് ചെയ്യുന്നത്, ലീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ കൺസിഡറേഷൻ. ഈ കൺസിഡറേഷൻ ആണെന്ത്, ലീസ് പേയ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്കിത് നോക്കാം. ഓക്കെ, a lease is a contract or part of a contract that conveys the right to use an asset. ഇവിടെ നമ്മൾ പറഞ്ഞില്ല, അവരൊരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ എന്താണ് ലീസിന് കൊടുക്കുന്നതെന്ന്. സോ ഇത് ബേസിക്കലി അവർക്ക് എന്താണ്, ഒരു അസറ്റ് പോലെ. പക്ഷെ ഇപ്പൊ റെന്റിന്റെ കേസിലാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം അസറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബട്ട് ലീസിന്റെ കേസിൽ അതാണ്, ഡിഫറെന്റ് ആണ്. ഇപ്പൊ എനിക്ക് ലീസിന് ഒരു പ്രോപ്പർട്ടി തന്നാൽ അത് എനിക്ക് എൻ്റെ അസറ്റ് ആയിട്ട് തന്നെ കാണിക്കാം ഫോർ ആ പീരിയഡിലേക്ക്. ഓക്കെ, സോ അതിന് ആ അസറ്റിനെയാണ് നമ്മൾ റൈറ്റ് ടു യൂസ് ആൻഡ് അസറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എന്ന് പറയും. ദ അണ്ടർലൈങ് അസറ്റ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം, ഒരു സർട്ടൈൻ പീരിയഡിലേക്ക്. ഫോർ എക്സാമ്പിൾ 20-30 എത്ര ഇയേഴ്സ് വേണമെങ്കിൽ ഒരു ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം ഇൻ എക്സ്ചേഞ്ച് ഫോർ എ കൺസിഡറേഷൻ. ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നതാണ് എന്ത്, ലീസ് പേയ്മെന്റ്. ഇനി ഒരു ചെറിയ പോയിന്റ്. ഓക്കെ, ഈ കൊടുക്കുന്ന പാർട്ടിയില്ലേ, ലീസിന് കൊടുക്കുന്ന പാർട്ടി, അതായത് ഏനെ നമ്മൾ പറയുന്നതാണ് ലെസ്സർ. ആൻഡ് ഈ ലീസിന് എടുക്കുന്ന പാർട്ടി ഉണ്ടല്ലോ ബീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെസ്സി. ഓക്കെ, ലെസ്സർ ആൻഡ് ലെസ്സി. The lessor is the entity that provides the right to use an underlying asset in exchange for a consideration. അതായത് നമ്മളെ എക്സാമ്പിൾ പാർട്ടി A. The lessee is the entity that obtains the right to use an asset in exchange for a consideration. അതായത് നമ്മുടെ എക്സാമ്പിൾ ആരായിരുന്നു, പാർട്ടി B ആയിരുന്നു. സോ എന്താണ് ലീസ്, ആരാണ് ലെസ്സർ, ആരാണ് ലെസ്സി? ഓക്കെ, ക്ലിയർ ആണല്ലോ? നോ, പാർട്ടീസ് ഇൻ ലീസ്, ലെസ്സർ അതായത് ഓണർ ഓഫ് ദി അസറ്റ്, ലെസ്സി ദ പേഴ്സൺ ഓർ എൻറ്റിറ്റി ഹു റിസീവ്സ് ദ റൈറ്റ് ടു യൂസ് ആൻ അസറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ഇനി ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ട്രീറ്റ്മെന്റ് ഓഫ് ലീസ്, ഇത് നമ്മുടെ ലെസ്സിയുടെ വ്യൂ പോയിന്റിൽ നമുക്ക് FRന്റെ സിലബസിൽ നോക്കാനുള്ളൂ. ലെസ്സറിന്റെ വ്യൂ പോയിന്റിൽ എങ്ങനെയാണെന്നുള്ള ട്രീറ്റ്മെന്റിൽ ഇപ്പം നമ്മുടെ സിലബസിന്റെ സ്കോപ്പിലില്ല. ബട്ട് നിങ്ങൾ ലേറ്റർ അഡ്വാൻസ്ഡ് P ലെവലിൽ വരുമ്പോൾ ലെസ്സറിന്റെ ട്രീറ്റ്മെന്റും പഠിക്കാനുണ്ടാവും. സോ ട്രീറ്റ്മെന്റ് ഓഫ് ലീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ലീസ് ലയബിലിറ്റി വരുന്നത് ഒരു 200,000 ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. ഓക്കെ, ഈ ഒരു 200,000 നമ്മൾ എന്തായിട്ട് കാണിക്കണം, ലയബിലിറ്റി പോലെയും കാണിക്കണം, അതേപോലെ നമ്മുടെ അസറ്റ് ആയിട്ടും കാണിക്കണം. ഓക്കെ, ലയബിലിറ്റി ആയിട്ടും കാണിക്കണം, അസറ്റ് ആയിട്ടും കാണിക്കണം. അതേപോലെ അസറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ നോർമലി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിച്ച ആ വാല്യൂവിൽ തന്നെയാണോ വെക്കുക? ഇല്ല, ഇയർ എൻഡ് ആകുമ്പോൾ അതിൽ നിന്ന് എന്ത് റെഡ്യൂസ് ചെയ്യും, നമ്മൾ ഡിപ്രിസിയേഷൻ കുറക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ ഒക്കെ കുറച്ച് എങ്ങനെയാണ് നമ്മൾ അസറ്റിനെ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം. സോ ലയബിലിറ്റി ആയിട്ടും കാണിക്കണം, അസറ്റ് ആയിട്ടും കാണിക്കണം. സോ ലീസ് ലയബിലിറ്റി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ ഈ അസറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ഓഫ് യൂസ് അസറ്റിനാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ടേം. ഓക്കെ, സോ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കാം. ഇനീഷ്യൽ മെഷർമെന്റ്. ഓക്കെ, തുടക്കത്തിൽ എങ്ങനെയാണെന്നുള്ളത്. ലീസ് ലയബിലിറ്റിയുടെ എങ്ങനെയാണെന്ന് നോക്കാം.
lease liability is initially measured at the present value of the lease payment. അതായത് നമുക്ക് 10,000 ചിലപ്പോൾ ഒരു 10,000 വെച്ചിട്ട് ഒരു 3 വർഷത്തേക്കായിരിക്കും ലീസ് എന്ന് വിചാരിക്കുക. അപ്പം ഈച്ച് ഇയറിലെ ലീസ് പേയ്മെന്റ് എന്താണ് 10,000 അല്ലേ. സോ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, 3 ഇയർ. ഒരു ചെറിയ എക്സാമ്പിൾ, ഈച്ച് ഇയർ എന്താണ് 10K നമ്മൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കൊടുക്കണം. അപ്പം ഇതിൻ്റെയൊക്കെ പ്രസന്റ് വാല്യൂ ആണ് നമ്മുടെ ലീസ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. പ്രസന്റ് വാല്യൂലേക്ക് ആക്കണം. ഇതൊക്കെ പ്രസന്റ് വാല്യൂലാണോ? ഇത് സെക്കൻഡ് ഇയറിലെ വാല്യൂ, ഇത് തേർഡ് ഇയറിലെ വാല്യൂ. ഇതിനെ പ്രസന്റ് വാല്യൂലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ഫാക്ടറിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി റൈറ്റ് ഓഫ് യൂസ് അസെറ്റിന് എങ്ങനെയാണ് നോക്കാം. ദ റൈറ്റ് ഓഫ് യൂസ് അസെറ്റ് ഇസ് ഇനീഷ്യലി റെക്കഗ്നൈസ്ഡ് അറ്റ് കോസ്റ്റ്. സോ ആ കോസ്റ്റിലാണ് നമ്മൾ ഇനീഷ്യലി റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഇനി ഈ കോസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കോമ്പണൻസ് ഓഫ് ലീസ് പേയ്മെന്റ്. ലീസ് പേയ്മെന്റിൽ എന്തൊക്കെ വരും നോക്കാം. ഫിക്സഡ് പേയ്മെന്റ്, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം 10,000 ഈച്ച് ഇയർ ആണെങ്കിൽ ആ 10,000 ആണെന്ത് ഫിക്സഡ് പേയ്മെന്റ്. അതിൻ്റെ ഒപ്പം എമൗണ്ട്സ് എക്സ്പെക്റ്റഡ് ടു ബി പേയബിൾ അണ്ടർ റെസിഡ്യുവൽ വാല്യൂ എഗ്രിമെന്റ്. സോ അറ്റ് ദി എൻഡ് എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. ഓപ്ഷൻ ടു പർച്ചേസ് ദി അസറ്റ് ദാറ്റ് ആർ റീസണബിളി സെർട്ടൈൻ ടു ബി എക്സസൈസ്. ഈ ലീസിന്റെ കേസിൽ അതായത് നമ്മൾ 5 ഇയർ പീരീഡിലേക്കാണ് നമ്മളൊരു അസറ്റ് ലീസിന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അറ്റ് ദി എൻഡ് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ എക്സ്ട്രാ ഒരു 5,000 കൂടി പേയ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ അസറ്റ് സ്വന്തമായിട്ട് എടുക്കാമെന്ന്. അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ വെക്കും. അപ്പം ഈ ഓപ്ഷൻ നമ്മൾ എക്സസൈസ് ചെയ്യും. അതായത് നമ്മളിത് വാങ്ങിക്കുന്ന റീസണബിളി ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം? ലീസ് പേയ്മെന്റിന്റെ കൂടെ ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, റീസണബിളി സെർട്ടൈൻ ടു ബി എക്സസൈസ്ഡ്. അതായത് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അത് ക്യാപിറ്റലൈസ് മീൻസ് ലീസ് പേയ്മെന്റ് കൂടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടെർമിനേഷൻ പെനാലിറ്റീസ് ഇഫ് ദ ലീസ് ടേം റിഫ്ലെക്ട്സ് ദി എക്സ്പെക്ടേഷൻ ദാറ്റ് ദീസ് വിൽ ബി ഇൻകേർഡ്. അതായത് നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പെനാലിറ്റി പോലെ എന്തെങ്കിലും പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ലീസ് പേയ്മെന്റിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി കോസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ നോക്കാം. എമൗണ്ട് ഓഫ് ഇനീഷ്യൽ മെഷർമെന്റ് ഓഫ് ലീസ് ലയബിലിറ്റി. ആ ഇനീഷ്യൽ മെഷർമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ലീസ് ലയബിലിറ്റിയുടെ ഇനീഷ്യൽ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റ് വാല്യൂ അല്ലെ, ലീസ് പേയ്മെന്റ്സിന്റെ പ്രസന്റ് വാല്യൂ. സോ ഈ വാല്യൂ തന്നെയാണ് എന്ത്? നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്ന റൈറ്റ് ഓഫ് യൂസിന്റെ. സോ ഈസി അല്ലേ? നിങ്ങൾ ലീസിന്റെ കേസ് ലീസ് ലയബിലിറ്റിയുടെ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ അത് തന്നെ ആ പ്രസന്റ് വാല്യൂ തന്നെയാണ് എന്ത്? നമ്മുടെ റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെയും ഇനീഷ്യൽ വാല്യൂ കോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതിൻ്റെ ഒപ്പം എന്തൊക്കെ ആഡ് ചെയ്യുന്നുള്ളത് നോക്കാം. എനി ലീസ് പേയ്മെന്റ് മെയ്ഡ് ബിഫോർ ദി കമൻസ്മെന്റ് ഓഫ് ലീസ് പ്ലസ് എനി ലീസ് ഇൻസെന്റീവ് റിസീവ്. സോ ലീസ് പേയ്മെന്റ് മുമ്പേ ചിലപ്പോൾ നമ്മൾ ഇനീഷ്യലി ഒരു എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. സോ ഇനീഷ്യലി ഇങ്ങനെ എന്തെങ്കിലും ഒരു എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി നിങ്ങൾ എന്തെങ്കിലും ഡിസ്കൗണ്ടോ ഇൻസെന്റീവ്സോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് മൈനസും ചെയ്യണം. എനി ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ലീസ്. വേറെ എന്തെങ്കിലും ഡയറക്ട് കോസ്റ്റ് ഇൻകേർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതേപോലെ the estimated cost of removing or dismantling the underlying asset as per the conditions of the lease. At the end എന്തെങ്കിലും ഡിസ്മാൻറ്റ്ലിംഗ് കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, ലീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ ക്യാരിയിങ് എമൗണ്ട് ഓഫ് ദ ലീസ് ലയബിലിറ്റി ആൻഡ് റൈറ്റ് ഓഫ് യൂസ് അസെറ്റ് ആൻഡ് പ്രൊവൈഡ് ദി ഡബിൾ എൻട്രീസ് നീഡഡ് ടു റെക്കോർഡ് ദീസ് എമൗണ്ട്സ് ഇൻ ഡൈനാമിക്സ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. സോ ഇവിടെ നമ്മൾ ഇനീഷ്യൽ മെഷർമെന്റ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കി അല്ലേ. ഇനി പ്രാക്ടിക്കലി ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഇവിടെ നമുക്ക് സെനാരിയോ നോക്കാം. ഓൺ ജാനുവരി 2001 ഡൈനാമിക് entered into a 2-year lease for a lorry. 2-year lease ആണ്. The contract contains an option to extend the lease term for a further year. ഒരു വർഷത്തേക്കും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. Dynamic believes that it is reasonably certain to exercise this option. സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ തന്നാൽ ആ ഓപ്ഷൻ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ എഫക്ട്സ് എന്താണെന്നത് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അത് ചെയ്യൂല എന്നാണെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഈ കേസിൽ നോക്കി, ഇവർക്ക് ഒരു ഇയറും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഈ ഓപ്ഷൻ അവർ പറയുന്നുണ്ട് റീസണബിളി സെർട്ടൈൻ ടു എക്സസൈസ് ദിസ് ഓപ്ഷൻ. അത് അവർ ആ ഓപ്ഷൻ എടുക്കുകയും ചെയ്യുന്നതിനുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് കൺസിഡർ ചെയ്യണം. ലോറീസ് ഹാവ് എ യൂസ്ഫുൾ ലൈഫ് ഓഫ് 10 years ആണ് ലോറിയുടെ യൂസ്ഫുൾ ലൈഫ്. നമുക്കിവിടെ ഇനീഷ്യൽ മെഷർമെൻറ്റേ ചോദിച്ചിട്ടുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ലീസ് പേയ്മെന്റ്സ് ആർ 10,000 per year for the initial term and 15,000 per year for the option period.
അതായത് ഇനീഷ്യൽ ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റത്തെ 2 വർഷമാണ്. പിന്നെ അവരുടെ ഓപ്ഷൻ പീരീഡ് ആണ് ഏത്, ആ 3-ാമത്തെ വർഷം. സോ ഈ ഇനീഷ്യൽ പീരീഡിൽ എത്രയാണ്, 10,000 ഈച്ച് ആണ്. പിന്നെ ഓപ്ഷൻ പീരീഡിലാണ് എത്ര, 15,000 ലീസ് പേയ്മെന്റ് വരുന്നത്. ഓൾ പേയ്മെന്റ്സ് ആർ ഡ്യൂ അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ. എൻഡ് ഓഫ് ദ ഇയർ ആകുമ്പോഴാണ് പേയ്മെന്റ് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. To obtain the lease, Dynamic incurs initial direct cost of initial direct cost of 3,000. So ഇവിടെ ഒരു ഇനീഷ്യൽ ഡയറക്ട് കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട്, 3,000 വന്നിട്ടുണ്ട്. ഓക്കെ, the interest rate within the lease is not readily determinable. Dynamics incremental rate of borrowing. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള റേറ്റ് ഏതാണ്, 5% ആണ്. ഈ തന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, ലീസ് ലയബിലിറ്റിയും കണ്ടുപിടിക്കണം, അതേപോലെ റൈറ്റ് ഓഫ് യൂസ് അസറ്റിനും ഇനീഷ്യൽ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് ലീസ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇതിന്റെ പ്രസന്റ് വാല്യൂ തന്നെയാണല്ലോ റൈറ്റ് ഓഫ് യൂസ് അസറ്റിൽ ആ കോസ്റ്റിന്റെ വാല്യൂ വരുന്നത്. സോ ലീസ് ലയബിലിറ്റി. സോ ഇതിനെ നമ്മൾ എന്തിലേക്ക് ആക്കണം, പ്രസന്റ് വാല്യൂയിലേക്ക് ആക്കണം. ഇവിടെ നമുക്ക് എത്ര ഇയേഴ്സ് ആണ്, 0, 1, 2, 3. എങ്ങനെയാണ് നമുക്ക് ഈ പ്രസന്റ് വാല്യൂയിലേക്ക് ആക്കേണ്ടത് എന്നുള്ളത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഇയർ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഇയർ പറയാം, 1, 0, 1, 2, 3. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം, ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോസിന് CF എന്നതാണ്. സോ ഇനീഷ്യൽ ഈ 0 എന്ന് പറയുന്നത് എന്താണ്, ടുഡേ, ഇന്നെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമുക്ക് എന്തോ ക്യാഷ് ഫ്ലോ വന്നിട്ടുണ്ടോ, ഈ 3,000 ഇനീഷ്യലി പേ ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് എത്ര ക്യാഷ് ഫ്ലോ വന്നിട്ടുണ്ട്, 3,000 വന്നിട്ടുണ്ട് അല്ലേ. സോ ഇതെല്ലാം ക്യാഷ് ഔട്ട് ഫ്ലോ തന്നെയാണ്. അതുകൊണ്ട് എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്താലും മതി. മൈനസ് ആക്കി ഇടേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം ഔട്ട് ഫ്ലോ തന്നെയാണല്ലോ. 3,000 ഇട്ടു. ആൻഡ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്താണ് നമ്മൾ ക്യാഷ് ഫ്ലോസ്, ഫസ്റ്റ് ഇയർ ഒക്കെ 10,000 പേയ്മെന്റ് പോകുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ഇയറും 10,000 പേയ്മെന്റ് പോകുന്നുണ്ട്. ആൻഡ് തേർഡ് ഇയർ ആണെങ്കിലോ 15,000 ആണ് പേയ്മെന്റ് പോകുന്നത്. സോ ക്യാഷ് ഫ്ലോസ് എഴുതാം, 10,000, 10,000 ആൻഡ് 15,000. ഈ ക്യാഷ് ഫ്ലോസിനെ പ്രസന്റ് വാല്യൂയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ്, ഡിസ്കൗണ്ട് ഫാക്ടർ ആവശ്യമാണ് അല്ലേ. സോ ഡിസ്കൗണ്ട് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. 0, അതായത് ടുഡേ, ഇന്നത്തെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്തായിരിക്കും. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടറിന്റെ ഫോർമുല ഇക്വേഷൻ ഒക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ, കാരണം ഇന്ന് 3,000ന്റെ വാല്യൂ മാറുമോ, അത് 3,000 തന്നെ ആയിരിക്കൂലേ. സോ നമ്മൾ പ്രസന്റ് വാല്യൂയിലേക്ക് ആക്കാൻ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം 3,000 × 1 = 3,000. അവിടെ ചേഞ്ച് ഒന്നും വരില്ലല്ലോ. ബട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയർ, അതായത് നെക്സ്റ്റ് ഇനി കമ്മിങ് ഇയർ മുതൽ നമുക്ക് ഡിസ്കൗണ്ട് ഫാക്ടറിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിസ്കൗണ്ട് ഫാക്ടർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മളെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, 1 ഡിവൈഡഡ് ബൈ പ്രീവിയസ് I16 ഒക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, 1 ഡിവൈഡഡ് ബൈ 1 + R റേസ് ടു n. ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്, 5% ആണ് നമ്മൾ റേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. സോ 0.05 റേസ് ടു 1 ഇയർ. ഇത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് 1 ഇടാം. സെക്കൻഡ് ഇയർ ആകുമ്പോഴോ 1 + 0.05 റേസ് ടു 2. ആൻഡ് തേർഡ് ഇയർ ആകുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 + 0.05 റേസ് ടു 3. ഇനി ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം 1 ഡിവൈഡഡ് ബൈ 1.05 ആഡ് ചെയ്തിട്ട് 1.05 ചെയ്യാം. എന്നിട്ട് റേസ് ടു എത്ര ഇയർ ആണെന്നുള്ളത് ഇതാ. സോ കാൽക്കുലേഷൻ ഇങ്ങനെ വരുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ഇയറിന് 0.952, 0.907 and third year 0.864. ഇനി ഇതിനെ നമുക്ക് എന്തിലേക്ക് ആക്കണം, പ്രസന്റ് വാല്യൂ. നമ്മൾ ആൻസറിലേക്ക് എത്താവാണ്, പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ പ്രസന്റ് വാല്യൂയിലേക്ക് ചെയ്യണം എന്ത് ചെയ്യുന്നത് മതി, ക്യാഷ് ഫ്ലോ ഇൻറ്റു ഡിസ്കൗണ്ട് ഫാക്ടർ. അതായത് 3,000 × 1, 3,000, 10,000 × 0.952, third year 9,070, second year 9,070 and third year നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, 15,000 × 0.864, 12,960.
സോ ഇതിന്റെ ടോട്ടലാണ് നമ്മുടെ ലീസ് ലയബിലിറ്റി ആയിട്ട് വരിക. സോ ഇതൊക്കെ ടോട്ടൽ ചെയ്യുമ്പോൾ 31,550 വരും. ഇതാണ് നമ്മുടെ ഇനീഷ്യൽ ലീസ് ലയബിലിറ്റി. സോ നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് ഫ്ലോസ് കണ്ടു, ഡിസ്കൗണ്ട് ഫാക്ടറിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, പ്രസന്റ് വാല്യൂലേക്ക് ആക്കി. ഈ പ്രസന്റ് വാല്യൂയുടെ ടോട്ടൽ ആണ് എന്ത്, നമ്മുടെ ലീസ് ലയബിലിറ്റി ആയിട്ട് വരും. സോ ലീസ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ലീസ് ലയബിലിറ്റി മാത്രമല്ല റൈറ്റ് ഓഫ് യൂസ് അസറ്റും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. റൈറ്റ് ഓഫ് യൂസ് അസറ്റ്. സോ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് നമ്മൾ കോസ്റ്റിലാണെന്ന് പറഞ്ഞു. ആൻഡ് ഈ കോസ്റ്റ് എന്താണ്, നമ്മുടെ ഈ ലീസിന്റെ അതായത് പ്രസന്റ് വാല്യൂ തന്നെയാണ്, ലീസ് പേയ്മെന്റ്സിന്റെ പ്രസന്റ് വാല്യൂ. സോ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, നമുക്ക് കിട്ടിയ പ്രസന്റ് വാല്യൂ ദാറ്റ് ഈസ് 31,550. പക്ഷെ ഇത് മാത്രമാണോ? അല്ല, നമ്മൾ കോസ്റ്റിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ഡയറക്റ്റ് കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. ആൻഡ് ഈ കേസിൽ നമുക്കൊരു 3,000 ഡയറക്റ്റ് കോസ്റ്റ് ഉണ്ട് അല്ലേ. 3,000. സോ നമ്മുടെ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എത്ര വരിക, റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ വാല്യൂ 34,550 ആണ് വരിക. സോ ഓക്കെ, ലീസ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഓഫ് യൂസ് അസറ്റും ചെയ്തു. ഇനി ഇതിന്റെ എൻട്രി എങ്ങനെയാണ് വരിക എന്നുള്ളതും കൂടി നോക്കാം. സോ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ് ആണല്ലോ. സോ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ് 34,550 കൊടുക്കാം. ആൻഡ് ക്രെഡിറ്റ് പാർട്ടിലോ നമ്മുടെ ലീസ് ലയബിലിറ്റി മെൻഷൻ ചെയ്യും. ലീസ് ലയബിലിറ്റി എത്രയാണ്, 31,550 ആണ്. ആൻഡ് നെക്സ്റ്റ് ഒരു 3,000 ബാലൻസ് ഇല്ലേ, അതെന്തായിരിക്കും, 3,000 നമ്മൾ ഇനീഷ്യലി പേയ്മെന്റ് ചെയ്തല്ലോ. സോ ക്രെഡിറ്റ് ക്യാഷ് 3,000. ഇങ്ങനെയാണ് ഇവിടെ എൻട്രി വരിക. സോ ഓക്കെ ആണല്ലോ, ഈ 3,000 നമ്മൾ ഇനീഷ്യലി ചെയ്തതാണ്, ക്രെഡിറ്റ് പാർട്ടിൽ കൊടുത്തത് 3,000 ക്യാഷ് എന്ന് പറഞ്ഞ് കൊടുത്തു. സോ ഡെബിറ്റ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള ഓക്കെയാണ്, ലീസ് ലയബിലിറ്റി നമ്മൾ ഓക്കെയാണ്. ആൻഡ് ദ റിമൈനിങ് എൻട്രി ഇട്ടപ്പോൾ ദ ക്രെഡിറ്റ് ക്യാഷ് 3,000 എന്താണ്, ആ റിമൈനിങ് എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്തെന്നുള്ളൊരു മോഡും കൂടി ഇട്ടുകൊടുത്തു. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ലീസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, അതേപോലെ ലീസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതും നോക്കി അല്ലേ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.